ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മം ഓഫ് ട്വിന്നീസ്. എല്ലാവർക്കും മം ഓഫ് ട്വിന്നീസിൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയും ചെറിയൊരു സങ്കടത്തോടും കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് വേറൊരു ചാനലുണ്ടായിരുന്നു. ചാനൽ ഈ സെയിം പേരിൽ തന്നെ മം ഓഫ് ട്വിന്നീസ് എന്നുള്ള പേരിൽ ഞാൻ തുടങ്ങിയ ഫസ്റ്റത്തെ ചാനലായിരുന്നു. അതിൽ നമുക്ക് 1300+ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ആ ഒരു ഫോൺ കംപ്ലൈൻ്റ് ആയി പുതിയ ഫോൺ വാങ്ങിച്ചപ്പോൾ ആ മെയിൽ ID വെച്ചിട്ട് എനിക്ക് ആ യൂട്യൂബ് ഇതിൽ റിക്കവർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് വിഷമമായിട്ട് എനിക്ക്, കാരണം ഇത്രയും ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഇത്രയും ഞാൻ ഒരു കൊല്ലത്തിലും മേലെ അതിനു വേണ്ടി കഷ്ടപ്പെട്ടതാണ്, വീഡിയോസൊക്കെ ചെയ്ത് വ്യൂസൊക്കെ ആയി വന്ന സമയത്താണ് അത് പോയത്. അപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടു. പിന്നെ ഞാൻ ഓർത്തു സാരില്ല, വീണ്ടും ഒന്നേന്ന് തുടങ്ങാമെന്ന്. അങ്ങനെ വീണ്ടും തുടങ്ങിയതാണ് ഈ ചാനൽ. അപ്പോൾ എനിക്ക് അപ്പോൾ കിട്ടിയ എല്ലാ സപ്പോർട്ടും, നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും എനിക്ക് ഇതിനും തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തേത് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനും ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ദാഹം കേട്ടോ. ഈ ഒരു വെയിലിന് ദാഹം ഇല്ലെങ്കിലാണ് കുഴപ്പം. അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ട് ബേബീസിന് ആദ്യം കൊടുത്തു കേട്ടോ. അപ്പോൾ അവർക്ക് തണുപ്പ് തീരെ കൊടുക്കാറില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് ജലദോഷം മാറുന്നേ ഇല്ല. ഇപ്പം നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് ഒന്ന് മാറി ഒരു 2-3 ദിവസം, മാക്സിമം ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും മൂക്കുന്നൊക്കെ അടിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം കെയർ ചെയ്യുക. അപ്പം ഇംഗ്ലീഷ് മരുന്നാണ് കൊടുത്തത്. ഇനി പതിയെ അത് ഹോമിയോ കാണിച്ചൊന്ന് മാറ്റണം എന്നുണ്ട്. കാരണം ഇംഗ്ലീഷ് മരുന്ന് ഇപ്പോഴും അങ്ങനെ കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. നമുക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇംഗ്ലീഷ് മരുന്ന് ഇങ്ങനെ റെഗുലറായിട്ട് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനൊട്ടും നല്ലതല്ല. അങ്ങനെ ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളിലേക്ക് കടന്നു കേട്ടോ. ഇന്ന് കുറച്ചധികം ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കിടക്കുന്ന ആ ബെഡ് ഒന്ന് വെയിലത്തിടാമെന്ന് വിചാരിച്ചു. ഇത് പൊക്കിയെടുത്ത് കൊണ്ടുപോയി വെയിലത്തിടാനുള്ള മടി കൊണ്ട് കുറേ നാളായിട്ട് ചെയ്യാതിരുന്നതാണ്. ഇന്ന് എന്തായാലും അത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ബെഡുണ്ട്, 2 കൂടി ഒരുമിച്ചിടാനുള്ള സൗകര്യം ഇല്ല. പിന്നെ ഇത് വെയിറ്റ് കാരണം കൊണ്ട് നമുക്ക് ടെറസിലേക്ക് കൊണ്ടിടാനുള്ള അതും നടക്കില്ല, നല്ല വെയിറ്റാണ്. അല്ലെങ്കിൽ പിന്നെ വേറൊരാളും കൂടി പിടിക്കാനായിട്ട് വേണം. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ മുറ്റത്ത് നല്ല വെയിലുണ്ട്. അപ്പം ഓരോ ദിവസമായിട്ട് വെയിലത്തെടുത്തിടാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾ കിടക്കുന്ന ബെഡ് ആദ്യം കൊണ്ടിട്ടു കേട്ടോ. കുട്ടികളുള്ള വീടാണെങ്കിലും അല്ലെങ്കിലും ഇതുപോലെ നമ്മൾ കിടക്കുന്ന ബെഡ്, തലയണകൾ ഒക്കെ ഇടയ്ക്ക് വെയിലത്തെടുത്തിടുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഞാൻ പിന്നെ സോഫയുടെ കുഷ്യനും കൂടി ഇതുപോലെ ഇടയ്ക്ക് വെയിലത്ത് കൊണ്ടുവയ്ക്കാറുണ്ട്. അത് ഞാൻ ടെറസിലാണ് കൊണ്ടുവയ്ക്കാം കേട്ടോ. ഇപ്പോഴത്തെ ഒരു വെയിലിൽ ഒരു ദിവസത്തെ ഫുൾ വെയിലടിച്ചാൽ തന്നെ നമ്മുടെ ഒരു ബെഡിലും തലയണയിലൊക്കെ ഉള്ള അണുക്കളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് ചത്തുപോക്കോളും, അത്രയും വെയിലാണ്. പിന്നെ നമുക്കത് കഴുകാൻ പറ്റില്ല. പിന്നെ തന്നെയുമല്ല, വാക്യൂം ക്ലീനേഴ്സൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ അടുത്ത് അത് കാണില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ ഇടയ്ക്ക് വെയിലത്ത് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കൽ കഴിഞ്ഞിട്ട് ഊണ് കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ക്ലീനിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം പുറത്ത് പോയി വന്നപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ റവ വെച്ചിട്ടൊരു കേക്ക് ട്രൈ ചെയ്തു കേട്ടോ. കുറേ നാൾ മുമ്പ് ചെയ്തതാണ്. അപ്പോൾ കുറച്ചധികം റവ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. കേക്ക് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പറാണോ? കേക്ക് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് കേക്ക്? ഇഷ്ടായോ? അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കേക്ക് കഴിച്ചിട്ടില്ല. എൻ്റെ ട്വിന്നീസിൻ്റെ റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ലതായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ റിയലിസ്റ്റിക് അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും കുറച്ച് പേരെങ്കിലും ഇതെന്താ വീടാണോ ചന്തയാണോ എന്ന്. വീട് തന്നെയാണ്. ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായില്ല. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം. കസിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അത് വേറെ ജില്ലയിലായിരുന്നു. അപ്പോൾ ആ ട്രാവലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണമൊക്കെ കാരണം കൊണ്ട് 2 ദിവസം നമുക്ക് വീട് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 2 ദിവസം വീട് ക്ലീൻ ചെയ്യാണ്ടിട്ട് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് കേട്ടോ ഇത്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഒറ്റ ദിവസം ക്ലീൻ ചെയ്യാണ്ടിട്ടാൽ തന്നെ വല്ലാതെ വൃത്തികേടാവും. പ്രത്യേകിച്ച് ഇവിടെ 2 കുട്ടിക്കുറുമ്പനും കുട്ടിക്കുറുമ്പി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഈ വീടിനെ ഒന്ന് വീടാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു എനിക്കിത് ഇങ്ങനെ വീട് ഇങ്ങനെ അലങ്കോലമായി കിടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും ഇതിങ്ങനെ വൃത്തിയായിട്ട് കിടക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സ്ഥാനം തെറ്റി കിടക്കുക അല്ലെങ്കിൽ വെച്ച സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുക കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും, ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ അതങ്ങോട്ട് ശീലമായി. കാരണം കുട്ടികളുള്ള വീടെന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ എപ്പോഴും അങ്ങനെ
നീറ്റായിട്ടൊന്നും ഇടാൻ പറ്റില്ല. കാരണം അവർ കുട്ടികളാണ്, അവർക്കറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കുറേ സാധനങ്ങളൊക്കെ ചിക്കി പരത്തിയിടുക, വലിച്ചു വാരിയിടുക, അതൊക്കെയാണ് അവരുടെ സന്തോഷം. അപ്പം നമ്മൾ അവരുടെ ആ ഒരു സന്തോഷം എന്തുകൊണ്ട് വേണ്ടാന്ന് വെക്കണം? അപ്പോൾ അവർ മാക്സിമം കളിച്ചോട്ടെ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒതുക്കി വെക്കാമല്ലോ. അപ്പോൾ ഇപ്പം എന്തായാലും ഒതുക്കുന്ന സമയം അതിക്രമിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒതുക്കി തുടങ്ങുകയാണ്. പക്ഷേ കാര്യമൊന്നുമില്ല, ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഒതുക്കി തുടങ്ങി അടുത്ത സൈഡിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഈ സൈഡിൽ വന്ന ആൾക്കാർ എനിക്ക് വീണ്ടും പണി ഉണ്ടാക്കി വയ്ക്കും. അപ്പം ഞാൻ അത്യാവശ്യം ഇങ്ങനെ നിലത്ത് പരത്തിയിട്ടിട്ടില്ല അവരുടെ കളിപ്പാട്ടങ്ങൾ, പിന്നെ അവർക്ക് വെള്ളം കുടിക്കാൻ അതിനൊക്കെ കൊടുത്ത ഗ്ലാസ്സുകളൊന്നും പിന്നെ എനിക്ക് കിട്ടില്ല കേട്ടോ. ഇതുപോലെ വന്ന് പെരക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രം ആദ്യം എടുത്ത് മാറ്റും. പിന്നെ അവിടെ ഇവിടെ കിടക്കുന്ന തുണികൾ, അതിന് ഉത്തരവാദി ബേബീസ് അല്ല കേട്ടോ. ആ ഒരു പോയി വന്നതിൻ്റെ ക്ഷീണം കൊണ്ടും മടി കൊണ്ടും ഞാൻ തന്നെയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ വലിച്ചു വാരിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ അതാ ഈ സോഫയിൽ ഇട്ടിട്ടുള്ള ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അതിലൊക്കെ നിറയെ എന്തൊക്കെയോ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ നിറയെ ഉറുമ്പുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് അത്യാവശ്യം ഒരു തെറ്റില്ലാത്ത രീതിയിലാക്കിയിടുക, അത്ര മാത്രമാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവർ ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ. അപ്പം എനിക്കിപ്പോൾ അങ്ങനെ ക്ലീനിങ്ങിന് ടൈമൊന്നുമില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ക്ലീനൊക്കെ ചെയ്തിട്ട് കിടക്കുക രാത്രി 2 മണി 2:30. എനിക്ക് അതൊക്കെ ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് സമാധാനം. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നല്ല സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ദിവസമാണ്. എത്രയൊക്കെ വൈകിയാലും ഇതെല്ലാം ക്ലീൻ ചെയ്ത് അടിച്ച് വാരി തുടച്ചിട്ടിട്ട് ഞാൻ ഉറങ്ങുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എൻ്റെ പ്രതിജ്ഞ എന്താകുമെന്നൊക്കെ. ഇപ്പം സമയം ഏകദേശം 4:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു ക്ലീനിങ് ആണ് ചെയ്തത്. കാരണം ഇപ്പോൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. കാരണം ഇവരെന്തായാലും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും അവർ സാധനങ്ങളൊക്കെ നിരത്തിയിട്ട് വീണ്ടും പിന്നെ എനിക്ക് ക്ലീൻ ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് അടിച്ചു വാരിട്ടു. കാരണം നിറയെ കടലാസുകളും കരടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അടിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരതൊക്കെ എടുത്ത് വായിലിടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വേഗം തന്നെ വന്ന് ഉണങ്ങിയ തുണികളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ വെയിലിൽ പറയണ്ടല്ലോ, നന്നായിട്ട് ഉണങ്ങി കിട്ടും തുണികൾ. മഴക്കാലം ആയാലാണ് ഇത് ഉണക്കാനുള്ളൊരു പാട്. ഇവിടെ പിന്നെ എന്നും 2 ലോഡ് അലക്കാനുണ്ടാവും കേട്ടോ. ബേബീസിൻ്റെ വേറെ ഞങ്ങളുടെ വേറെ, അങ്ങനെ 2 ലോഡായിട്ടാണ് അലക്കുക. പിന്നെ നല്ല ഡ്രസ്സുകളൊന്നും വാഷിംഗ് മെഷീനിൽ ഇടാറില്ല, അത് ഞാൻ കൈകൊണ്ട് കഴുകിയിടാണ് ചെയ്യാറ്. അങ്ങനെ തുണിയും കൂടി എടുത്ത് കഴിഞ്ഞ് വന്നപ്പം ചെടികൾ കൂടി നനച്ചിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച് ചെടി നനയ്ക്കാൻ നിൽക്കുകയാണ്. അപ്പം എൻ്റെ കുറേ ചെടികൾ പോയിട്ടോ. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ചെടികളോട് ഭയങ്കര ക്രേസ് വന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിനകത്താണ് ഇത്ര അധികം ചെടികൾ ഞാൻ വാങ്ങി വെച്ച് അതൊക്കെ പരിപാലിച്ച് നല്ലൊരു ഗാർഡൻ ആക്കി എടുത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒക്കെ കുറേ പോയി. അമ്മ ശരിക്കും പോയതിന് ശേഷമാണ് എനിക്ക് ഈ ചെടികളൊക്കെ പ്രോപ്പർ ശ്രദ്ധ കൊടുക്കാൻ പറ്റാണ്ടായത്. അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ പോണതൊക്കെ പോട്ടെ, ഇനി സമയം പോലൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. പിന്നെ അതാ കാലത്തെടുത്തിട്ടതാണ് ബെഡ്, അത് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പെൻഡിങ് ജോലിയും കൂടി ഉണ്ട് ചെയ്യാനായിട്ട്. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇനി വീണ്ടും അകത്തുള്ള ജോലികളിലേക്ക് തിരിച്ചു പോവാം. ഒരു കറുവപ്പട്ടയുടെ തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ അതങ്ങനെ വാങ്ങി. കണിക്കൊന്നയും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ എവിടെയും കിട്ടിയില്ല കേട്ടോ. കാരണം നമുക്ക് വിഷു ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണിക്കൊന്ന കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ കറുവപ്പട്ടയും കൂടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എനിക്കൊരുപാട് സാധനങ്ങൾ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കര സ്ഥലപരിമിതിയുണ്ട്. എന്നാലും ഉള്ള പരിമിതിക്കകത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഇല എടുക്കാം. പിന്നെ ഇതിൽ നിന്ന് പട്ട എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് ഈ പട ഉണ്ടാക്കാനാണെങ്കിൽ ഇല എടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇല പറിച്ചിട്ട് ഉണക്കിയെടുത്താൽ നമുക്ക് ബിരിയാണിയിലൊക്കെ ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യണമാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ ആ ഒരു ജോലിയും കൂടിയും കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ കയറിയത്. ഇനി എന്തായാലും ബാക്കിയുള്ള പണികളും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പരുവാവും. എന്നിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മണി പ്ലാന്റുകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയിലത്തെ വെള്ളം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ഇപ്പം വെള്ളത്തിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ എന്തായാലും ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ആ ഒരു വെള്ളം മാറ്റി കൊടുക്കണം. എന്നാലാണ് ആ ചെടിക്ക് ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ ആ വെള്ളത്തിൽ നിന്ന് കിട്ടുള്ളൂ. മണ്ണിൽ വയ്ക്കുന്ന ചെടി എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലുമൊക്കെ അത് വലിച്ചെടുക്കും. വെള്ളത്തിൽ വയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം മാറ്റിയാൽ തന്നെയാണ് അവർക്കുള്ള പോഷകങ്ങളൊക്കെ കിട്ടുള്ളൂ.
എല്ലാ ചെടിയിലും വെള്ളം മാറ്റാൻ നിന്നില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ബാക്കി പണികളൊന്നും തീരില്ല. അപ്പോൾ ഞാൻ തുണികൾ കുറച്ചധികം തന്നെ ഉണ്ട് മടക്കാൻ. കാരണം കുറച്ച് ദിവസമായി മടക്കിയിട്ട്. അപ്പോൾ തുണികൾ മടക്കാതെ കുന്നു കൂട്ടിയിടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതെന്തായാലും വേഗം തന്നെ ഒരു ടൈം ഗ്യാപ്പ് ഫിക്സ് ചെയ്തിട്ട് അതൊന്ന് മടക്കിയെടുത്ത് വെക്കണം. തുണി മടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലെ കുന്നു കൂടി കിടക്കുമ്പോൾ ചെറിയൊരു മടിയൊക്കെ വരും കേട്ടോ. പിന്നെ ഞാൻ തുണിയൊക്കെ എടുക്കാൻ പോകുന്നു. മുറ്റത്തേക്ക് പണികൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് അവർ ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ. ആ തുണി മടക്കൽ കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ഉറക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ രാത്രി 10-10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേശ ഒന്ന് തുടച്ചു. അതിന് ശേഷം വാഷ് ബേസിൻ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. വാഷ് ബേസിൻ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള ഏരിയ, പിന്നെ അതിൻ്റെ അടിയിലുള്ള ആ ഒരു കബോർഡ് ഉണ്ടല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഹോളുകളും ഇതുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ശരിക്കും നല്ല ഭയങ്കര ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക്. അടിപൊളിയായിട്ടില്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് തന്നെ വല്ലാത്തൊരു ആശ്വാസമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.